ഇന്നൊരു കേക്ക് മേക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മളിത് ഇപ്പോൾ ഒരു ചോക്ലേറ്റ് ട്രഫിൾ കേക്ക് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. കേക്ക് ആക്കാൻ വേണ്ടി എന്നത്തെയും പോലെ നമ്മളിത് അതിൻ്റെ പൊടികളൊക്കെ ഒന്ന് അരിച്ചെടുക്കാൻ പോവുകയാണ്. ചോക്ലേറ്റ് കേക്ക് ആയതുകൊണ്ട് തന്നെ ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ എടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ മൈദയും ചേർത്ത് നമ്മൾ ആ കപ്പ് അളവ് കറക്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഹാഫ് കപ്പ് അളവായതുകൊണ്ട് നമുക്ക് 1 കപ്പ് ഫുൾ ആക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രാവശ്യം കൂടി എടുക്കണം. അപ്പോൾ വീണ്ടും ഒരു ഹാഫ് കപ്പ് മൈദ കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ആണ് ചേർക്കുന്നത്. കൂടെ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ഇനി കേക്ക് ഒന്നുകൂടി സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഒരു 2-3 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായി അരിച്ചെടുക്കാം. അപ്പോൾ 2-3 പ്രാവശ്യം അരിച്ചെടുത്ത് നന്നായി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് പഞ്ചസാരയാണ്. അപ്പോൾ ഒരു 1/4 കപ്പ് അളവിൽ പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതൊന്ന് പൊടിച്ചെടുക്കാം. ഇനി നമുക്ക് ആവശ്യം ഒരു 4 മുട്ടയാണ്. അപ്പോൾ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 4 മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുക. ഇനി നന്നായി ബീറ്റ് ചെയ്ത് കൊടുക്കുക. ബീറ്റ് ചെയ്ത് നന്നായിട്ട് പതഞ്ഞു വരുന്ന സമയത്ത് നമ്മൾ പൊടിച്ചു വെച്ച പഞ്ചസാര അല്പമായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ പഞ്ചസാര ഇട്ടതിന് ശേഷം നന്നായിട്ട് ബീറ്റ് ചെയ്യുക. ബീറ്റ് ചെയ്ത് അവസാനം നല്ലൊരു ഫ്ലഫി ടെക്സ്ചറിൽ എത്തുമ്പോഴേക്കും നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഈ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ഓവൻ സെറ്റപ്പും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കേണ്ടതുണ്ട്. അപ്പോൾ വട്ടമുള്ള ഒരു വലിയ പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു റിങ് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ചു വെക്കാം. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ നമുക്കൊന്ന് വെച്ച് കൊടുക്കാം. അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ നമ്മുടെ ബീറ്റ് ചെയ്ത് വെച്ച മുട്ടയിലേക്ക് നമുക്കിനി വാനില എസൻസ് ആണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇവിടെ 1 ടീസ്പൂൺ വാനില എസൻസ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി അതും കൂടെ ചേർത്ത് നമുക്ക് നന്നായി ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി അവസാനമായിട്ട് നമുക്കിതിലേക്ക് സൺഫ്ലവർ ഓയിൽ കൂടെ ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. സൺഫ്ലവർ ഓയിൽ ഒരു 3 ടേബിൾ സ്പൂൺ ആണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതൊഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അധികം ബീറ്റ് ചെയ്യേണ്ടതില്ല. ഏറ്റവും ചെറിയ സ്പീഡിൽ ഇട്ടിട്ട് ഒന്ന് മിക്സ് ആവാൻ വേണ്ടി മാത്രം ബീറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച നമ്മുടെ പൊടിയാണ് ഇതിലേക്ക് ചേർക്കേണ്ടത്. പൊടി ചേർക്കുന്നതിന് മുമ്പ് നമുക്ക് അല്പം പാല് ചൂടാക്കി എടുക്കേണ്ടതുണ്ട്. ഞാനിവിടെ ഒരു 1/4 കപ്പ് പാലാണ് ചൂടാക്കി വെച്ചിട്ടുള്ളത്. ആദ്യം നമുക്ക് കുറച്ച് പൊടി ഇട്ട് കൊടുക്കാം. അതൊന്ന് സ്പാച്ചുല വെച്ച് മിക്സ് ചെയ്തതിന് ശേഷം പാൽ ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു പ്രോസസ്സ് 2 ക്രമമായിട്ട് പൊടി തീരുന്നവരെ ചെയ്യാം. അത് മിക്സ് ആക്കി കൊടുക്കുമ്പോൾ വളരെ സോഫ്റ്റ് ആയിട്ട് മാത്രം ചെയ്യുക. മാത്രമല്ല അവസാനമായിട്ട് നമുക്ക് പൊടിയാണ് ചേർക്കേണ്ടത്. അങ്ങനെ വളരെ പതുക്കെ നമ്മുടെ പൊടിയും പാലും ഒക്കെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കതൊരു റിബൺ കൺസിസ്റ്റൻസിയിൽ കിട്ടുന്നുണ്ടെങ്കിൽ നമ്മുടെ ബാറ്റർ കറക്റ്റായി എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇതിപ്പോൾ സെറ്റാണ്. ഇനി നമുക്ക് നമ്മുടെ ഓവൻ സെറ്റപ്പിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അങ്ങനെ വെക്കുന്നതിന് മുമ്പ് നമുക്ക് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം, അതിലെ ബബിൾസൊക്കെ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് ശേഷം നമുക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിതെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ ഇപ്പോൾ ടൈം ഏകദേശം ഒരു 11:30 ആയിട്ടുണ്ട്. ഒരു അരമണിക്കൂർ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ചിലപ്പോൾ ഫ്രെയിമിൻ്റെയോ പാത്രത്തിൻ്റെയോ മാറ്റങ്ങൾ കൊണ്ട് ടൈമിൽ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം. എനിക്ക് കറക്റ്റ് അരമണിക്കൂറാണ്. അപ്പോൾ നമുക്ക് അരമണിക്കൂർ കഴിഞ്ഞിട്ട് തുറന്നു നോക്കാം. ടൈം ഏകദേശം ഒരു 12 മണിയായിട്ടുണ്ട്. നമുക്ക് മെല്ലെ കേക്ക് ഒന്ന് തുറന്നു നോക്കാം. ഒരു ചെറിയ സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് ഞാനൊന്ന് സെൻറ്റർ കുത്തി നോക്കുന്നുണ്ട്. കുത്തി നോക്കിയപ്പോൾ അതിൽ ചെറുതായിട്ട് കേക്കൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെന്ത് വന്നിട്ടില്ല ശരിക്കും. അപ്പോൾ ജസ്റ്റ് ഒരു 2 മിനിറ്റ്സ് കൂടി നമുക്ക് വെച്ച് കൊടുക്കാം. ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ അത് തുറന്ന് നോക്കിയിട്ടുണ്ട്. ഒരു പ്രാവശ്യം കൂടെ കുത്തി നോക്കിയിട്ടുണ്ട്. അപ്പോൾ സ്റ്റിക്കിൽ ഒട്ടി പിടിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി അതൊന്ന് നന്നായിട്ട് തണിയേണ്ടതുണ്ട്. അപ്പോൾ അത് കവർ ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ ഒരു നെറ്റ് പോലെയുള്ള എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് മാത്രം കവർ ചെയ്യുക. ഇല്ലെങ്കിൽ അതിൻ്റെ ആവി കേക്കിലേക്ക് തന്നെ ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കേക്ക് അവിടെ ഇരിക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് സിറപ്പ് ഒന്ന് തയ്യാറാക്കി എടുക്കണം. സമയം വളരെ കുറവുള്ളവരാണെങ്കിൽ സിറപ്പൊക്കെ നേരത്തെ തയ്യാറാക്കി എടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം അത് നന്നായിട്ട് തണിയേണ്ടതുണ്ട്. അപ്പോൾ സിറപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/2 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ നേരെ ഡബിൾ, അതായത് 1 കപ്പ് വാട്ടർ കൂടി ഒഴിച്ചിട്ടുണ്ട്, സാധാരണ വെള്ളം. ഇനി അതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. അപ്പോൾ തിളച്ച് വന്നപ്പോഴേക്കും അതിലേക്ക് ഒരു പിഞ്ച് കാപ്പിപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ആ ഒരു ഫ്ലേവർ കേക്കിന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ അത് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കൊരു സാധനം കൂടി റെഡിയാക്കേണ്ടതുണ്ട്, നമ്മുടെ ക്രീം. ഞാനിവിടെ ഫിയോണയുടെ വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. ക്രീം ഞാനൊരു 1.5 കപ്പാണ് എടുത്തിട്ടുള്ളത്. ഇനി ക്രീം ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കണം. ബീറ്റ് ചെയ്യുമ്പോൾ ആദ്യം ചെറിയ സ്പീഡിൽ ഇട്ടിട്ട് പതുക്കെ നമുക്ക് സ്പീഡ് കൂട്ടി വരാം. അങ്ങനെ അവസാനം മാക്സിമം സ്പീഡിൽ ഇട്ടിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യുക. അപ്പോൾ ക്രീം നല്ല ഫ്ലഫി ആയിട്ട് വരും. നമ്മുടെ ബീറ്ററിൻ്റെ ബ്ലേഡ് ശരിക്കും മൂവ് ആവാത്ത ഒരവസ്ഥ പോലെ നമുക്ക് ഫീൽ ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം നിർത്താം. മാത്രമല്ല നമ്മുടെ ഈ പാത്രം ഒന്ന് തിരിച്ചു വെച്ചാലും ക്രീം താഴേക്ക് വീഴാൻ പാടില്ല. അതായിരിക്കണം അതിൻ്റെ ഒരു ടെക്സ്ചർ.
അങ്ങനെ ഇതാ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ കേക്ക് ഒന്ന് സെറ്റാക്കി എടുക്കാം. കേക്ക് നമ്മുടെ പാത്രത്തിൽ നിന്ന് ആദ്യം ഒന്ന് ഇളക്കി എടുക്കാം. അപ്പോൾ കേക്ക് ഇവിടെ നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലെ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യമില്ലാത്ത ഭാഗങ്ങളൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ സൈഡ് ചെറുതായിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് കേക്ക് ഒരു 3-4 ലെയറായിട്ട് മുറിക്കണം. ഇവിടെ ഇപ്പോൾ 3 ലെയറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഇതിലേക്ക് ക്രീമും നമ്മുടെ സിറപ്പും ഒക്കെ ചേർക്കേണ്ടതുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ റോളിംഗ് ബോർഡ് എടുത്തിട്ടുണ്ട്. അതുമാത്രമല്ല കേക്ക് ബോർഡ് കൂടി എടുത്തിട്ടുണ്ട്. കേക്ക് ബോർഡിലേക്ക് അല്പം ക്രീം ആക്കി കൊടുക്കുന്നുണ്ട്, കേക്ക് ഒന്ന് തെന്നിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മുടെ ഫസ്റ്റ് ലെയറാണ് വെച്ച് കൊടുക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മുടെ ഫസ്റ്റ് ലെയർ കേക്കിൽ സിറപ്പ് ഒരു ഭാഗത്ത് മാത്രമാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഭാഗം ഫില്ലായതിനു ശേഷം ആ ലെയർ എടുത്തിട്ട് നമുക്ക് ബോർഡിലേക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം മറുഭാഗത്ത് കൂടി നമുക്ക് സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മുടെ ക്രീം കൂടി ചേർത്ത് കൊടുക്കാം. ക്രീം പൈപ്പിംഗ് ബാഗിലാക്കിയിട്ടാണ് ചേർക്കുന്നതെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അതിനുശേഷം നമുക്ക് ചോക്ലേറ്റ് ആണ് ചേർക്കേണ്ടത്. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ ചോക്ലേറ്റ് കുറച്ച് പീസ് കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് അല്പം വിപ്പിംഗ് ക്രീം കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചോക്ലേറ്റ് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചോക്ലേറ്റ് ഗനാഷ് ഒന്ന് സ്പ്രെഡ് ആക്കിയതിന് ശേഷം നമുക്ക് അടുത്ത ലെയർ വെച്ച് കൊടുക്കാം. അതേ സെയിം പ്രോസസ്സ് തന്നെ നമുക്ക് ഇവിടെയും കണ്ടിന്യൂ ചെയ്യാം. ഇനി അവസാനമായിട്ട് നമ്മുടെ ലാസ്റ്റ് ലെയർ കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് കേക്കിനെ നമുക്ക് ക്രീം കൊണ്ട് മുഴുവനായിട്ട് കവർ ചെയ്ത് എടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മുടെ ടൂൾസൊക്കെ ഉപയോഗിച്ചിട്ട് അതൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനൊന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ വീട്ടിലേക്കുള്ള കേക്ക് ആയതുകൊണ്ട് തന്നെ സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നോസിൽ വെച്ചിട്ട് താഴെയും മുകളിലും നമ്മളൊരു ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ആ കേക്ക് ഒന്ന് സെറ്റായതിന് ശേഷം മാത്രമേ ഇനി നമുക്ക് ഗനാഷ് ഒഴിക്കേണ്ടതുള്ളൂ. ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ആ കേക്കൊക്കെ ഒന്ന് സെറ്റായതിന് ശേഷം മാത്രം നമുക്കത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇനി ഗനാഷ് ആക്കാനുള്ള പരിപാടി നോക്കാം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ കുറച്ച് പീസ് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മുടെ വിപ്പിംഗ് ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഗനാഷ് ഒരുപാട് കട്ടിയായി പോയിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ക്രീം ചേർത്തിട്ട് മെൽറ്റ് ചെയ്യാറാണ് പതിവ്. അപ്പോൾ അതിന് ശേഷം നമുക്കതൊന്ന് അരിച്ചെടുക്കേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ നമുക്കൊരു ഗ്ലാസി ടെക്സ്ചർ കിട്ടുകയുള്ളൂ. അപ്പോൾ അതിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചെറിയ ചൂട് മാത്രം മതി. ഇനി നമുക്ക് കേക്കിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കേക്കിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ സൈഡിൽ ഡിസൈൻ കൊടുത്തതുകൊണ്ട് തന്നെ താഴേക്ക് ഒഴുകി പോകുന്നില്ല. അപ്പോൾ സൈഡിലും ചെറിയൊരു ഡ്രോപ്സ് പോലെ കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്നുകൂടി ഇതൊന്ന് സെറ്റായതിന് ശേഷം നമുക്ക് പേര് കൂടി എഴുതി കൊടുക്കാം. അപ്പോൾ അധികം ഡെക്കറേഷൻസും കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് മലയാളത്തിലാണ് പേര് എഴുതി കൊടുക്കുന്നത്. ഇനി അതിൻ്റെ കൂടെ 2 ക്യാൻഡിൽ കൂടി വെക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് അവിടെ മുകൾ ഭാഗത്ത് കുറച്ച് സ്പേസ് വിട്ടത്. അത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി കേക്കാണ്. അടിപൊളി ടേസ്റ്റാണ്. ചോക്ലേറ്റ് കേക്ക് ആകുമ്പോൾ കൂടുതൽ പേരും ഇഷ്ടപ്പെടുന്ന ഒന്നാണ്. അപ്പോൾ പുതിയ ആൾക്കാരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങൾ പറയാം. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.